SITയുടെ അന്വേഷണത്തിലെല്ലാം പറയുന്നു ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച ആദ്യത്തെ ആൾ CPM നേതാവ് പത്മകുമാർ എന്നുള്ളത്. ആ പത്മകുമാർ CPM എന്ന പാർട്ടിയെ തന്നെ തകർത്തെറിഞ്ഞിട്ടേ പോകൂ എന്നുറപ്പിക്കുകയാണിപ്പോൾ. മുൻ MLAയും അതുപോലെ ഇപ്പോഴും CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി ഇരിക്കുന്ന പത്മകുമാർ തൻ്റെ കൈകൾ കൊണ്ട് എഴുതിയ തീരുമാനങ്ങളെല്ലാം മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ മോഷ്ടിക്കുന്നത് 100 തലമുറയ്ക്ക് തിന്നാനുള്ളത് എന്ന് പറയുമ്പോൾ അതിലാരെല്ലാം പങ്കുപറ്റി എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് പത്മകുമാർ പറഞ്ഞതു മാത്രമല്ല എഴുതിയതും, അതായത് കയ്യക്ഷരവും പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. CPM നേതാക്കൾ ചേർന്ന് നടത്തിയ മോഷണം പത്മകുമാറിൽ നിന്ന് അറിയാൻ പോവുകയാണ്, അതും വളരെ ശാസ്ത്രീയമായിട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണം ചമ്പാക്കിയതിൻ്റെ രേഖകൾ ശാസ്ത്രീയ പരിശോധന നടത്തുകയാണ്. മിനിറ്റ്സ് തിരുത്തിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ എന്ന് SIT സമ്മതിച്ചതാണ്. അത് ശാസ്ത്രീയമായി ഉറപ്പിക്കാനായാണ് ഇപ്പോൾ കയ്യക്ഷരം പരിശോധിക്കുന്നത്. ഇതിനായി കയ്യക്ഷര സാമ്പിൾ ശേഖരിച്ചു കഴിഞ്ഞു. കുറ്റപത്രം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ നടപടി എന്നിരിക്കെ സഖാവിൻ്റെ കയ്യക്ഷരത്തിൽ നടത്തിയ മോഷണം എന്നുറപ്പായാൽ അത് കേരളം ഭരിക്കുന്ന CPMൻ്റെ തലവൻ പിണറായി വിജയനും അത് പണിയുറപ്പിക്കുകയാണ്. കൈപ്പടയിൽ എഴുതി കൊടുത്തിട്ടും താഴെയുള്ളവരെല്ലാം മോഷണത്തിൽ പങ്കാളികളായിട്ടും അതറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. ശബരിമലയിലെ ഒരു ഭാഗം മുഴുവനും ഇളക്കിക്കൊണ്ട് പോകുന്നത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് ഒരു പരാജയം തന്നെയാണ്. അതുമാത്രമല്ല, ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ള എല്ലാവരും. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണ സംഘം എങ്കിലും മുഖ്യമന്ത്രിയുടെ കീഴിലെ ഉദ്യോഗസ്ഥരാണ് ഇത് അന്വേഷിക്കുന്നതെല്ലാം. അവർ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുമുണ്ടാകും. തികച്ചും രാഷ്ട്രീയ കളി മാത്രമാണ് എന്നാൽ SIT നടത്തുന്നത്. അതാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ വൈകുന്നത് എന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് മുരാരി ബാബു അടക്കമുള്ള ചില പ്രതികളെല്ലാം ഇതിനിടയിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി വരികയാണ്. ഇനി എല്ലാവരും ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ പുറത്തിറങ്ങാൻ സാധ്യത ഏറി വരുന്നു. അങ്ങനെ പ്രതികൾ പുറത്തിറങ്ങുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ ഇടയാക്കും എന്നുള്ളത് സത്യമാണ്. അത് പ്രതിപക്ഷം ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. മാത്രമല്ല, പ്രതിപക്ഷം നിയമസഭയിൽ സമരവും തുടങ്ങിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ പിടിക്കേണ്ടുന്ന കള്ളന്മാരെ SIT രക്ഷിക്കാൻ നോക്കിയാലും ഈ പത്മകുമാറിൻ്റെ കയ്യക്ഷരത്തിനെങ്കിലും മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ മതിയാകൂ. നേതാക്കൾ കട്ടതും കക്കാൻ എഴുതിക്കൊടുത്തതും ഉറപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിയെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു.